പണ്ട് കാലങ്ങളിൽ കടൽ മാർഗം ഏതെങ്കിലും കൊള്ളക്കാരോ അതുപോലെ തന്നെ യുദ്ധക്കാരോ ഒക്കെ വരുന്നുണ്ടോ നോക്കാനാണ് ഈ ഹോളിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിലാണ്. പണ്ടത്തെ പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഒരാൾക്ക് കയറാൻ വേണ്ടി 25 രൂപയാണ് കേട്ടോ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയുടെ ഫ്രണ്ട് വശം. ഒരു ചേട്ടൻ അവിടുന്ന് സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ. തുടക്കം തന്നെ ഞാൻ പറയാം, കോട്ടയുടെ ചരിത്രങ്ങളെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിൻ്റെ മുന്നേത്തെ വർഷം വന്നതും നമ്മൾ 2026 ആദ്യമായിട്ട് വന്നപ്പോൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് മാത്രം ചെറിയൊരു വീഡിയോ ആക്കിയിട്ടേ പറയുന്നുള്ളൂ. ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇവിടെ വന്നപ്പോൾ ഞാനൊരു കറുപ്പ് കളർ ക്യാപ്പ് വാങ്ങി കേട്ടോ. പുറത്ത് 100 രൂപയാണ് ഈ ഒരു ക്യാപ്പിൻ്റെ വില കേട്ടോ. അന്യായ വിലയാണ്, പക്ഷേ വാങ്ങാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ അന്യായ വെയിലുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വെള്ളവും വാങ്ങിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊള്ളിച്ചത്തു പോകും. ആ രീതിയിലുള്ള വെയിലാണ് കേട്ടോ. വൃത്തിയുടെ കാര്യത്തിൽ നല്ല രീതിക്ക് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോട്ട. ഇതുപോലെ തന്നെ വൃത്തിയിൽ സൂക്ഷിച്ചാലേ പാസഞ്ചേഴ്സ് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ വിസിറ്റേഴ്സ് ഒരുപാട് ആൾക്കാർ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ നാട് കെയർ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് നിയമിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഹനുമാൻ്റെ അമ്പലമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് ഇവിടെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. സത്യം പറയാലോ ഗൈസ്, നമ്മൾ എത്ര വട്ടം നമ്മൾ ബേക്കൽ ഫോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോർട്ടിൻ്റെ ഈ ഒരു എന്താ പറയുക ഉള്ളിലുള്ള ആ ഒരു കാഴ്ച എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ഞാൻ കഴിഞ്ഞ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അന്ന് നമ്മൾ വന്ന സമയത്തും അതുപോലെ തന്നെ ഇന്നും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വികസനമൊക്കെ വരുന്നുണ്ട്. കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ട പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല നട്ടുച്ച വെയിലാണ്. നമുക്ക് സാധാരണ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫോട്ടോസും അതുപോലെ തന്നെ വെയിലടിക്കുമ്പോൾ നമുക്ക് കണ്ണ് ചിമ്മിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വൈകുന്നേരം വരികയാണെങ്കിൽ. പക്ഷേ ഞാനിപ്പം കണ്ണൂരിൽ നിന്നാണ് വന്നത്. എനിക്കിപ്പം വൈകുന്നേരം ഇവിടെ എത്തൽ ഒരിക്കലും നടക്കില്ല. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് കണ്ണൂരിലോട്ട് വരുമ്പം തന്നെ ഒരുപാട് സമയമാവും. അപ്പോൾ ഇതിൻ്റെ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മറ്റൊരു പ്രത്യേകതയുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്ത അവസ്ഥയായിരിക്കും. കാരണം ഇതിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്കൊന്നും ഇത് വലിയൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഊരാങ്കല്ല് പോലൊരു സംഭവം കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ മേലെ ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. അവിടെ മേലെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാം ടീച്ചർമാരാണെന്ന് തോന്നുന്നു കേട്ടോ. സംസാരം കേട്ടിട്ട് ടീച്ചർമാരെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അവരെ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർക്ക് നമ്മളെ കൊണ്ടൊരു ഡിസ്റ്റർബ് ആകുമെന്നറിയില്ല. കാരണം അവർ ഫോട്ടോ എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇതാണ് മേലെ നിന്നുള്ള കാഴ്ച കേട്ടോ. നമ്മൾ മേലെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കിങ്ങനെ ചുറ്റിൽ നമുക്ക് കാണാൻ പറ്റും. എത്ര ഏക്കറോളം പരന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് നോക്കിയാൽ നിങ്ങളല്ലേ. അത്യാവശ്യം ഒരുപാട് വികസനങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന അല്ലെങ്കിൽ ഇനി തുടരെ ഒരുപാട് വികസനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഏതായാലും ഇപ്പോൾ ഉള്ള കണ്ടീഷൻ അടിപൊളിയാണ്. കൂടുതൽ വികസനം വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രകൃതി ഭംഗി നഷ്ടപ്പെടും. അതും മറ്റൊരു വസ്തുതയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വികസനങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ പോവാത്ത രീതിയിൽ ചുരുക്കണം. ഇപ്പോൾ ഇവിടെ കണ്ടോ, താഴെ നിങ്ങളൊരു നടപ്പാത കണ്ടോ, അവിടെയൊക്കെ കല്ല് പാകി നല്ല രീതിക്ക് വഴിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ സ്റ്റെപ്പായിരുന്നു. അപ്പോൾ അത് യാത്രക്കാർക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ നടക്കാനും ഒക്കെ പ്രയാസമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് കൊത്തി നല്ല ഷേപ്പാക്കി ഒരു നടപ്പാത പോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ആൾക്കാർ മുതൽ ഒരുപാട് കപ്പിൾസ് വരെ ഈ ഒരു കോട്ടയിലോട്ട് വരാനുണ്ട് കേട്ടോ. കാരണം എന്താണ്, ഒരുപാട് ഏക്കർ കണക്കിന് നമുക്ക് നടന്ന് കാണാനുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കടൽ തീരത്തോട്ടും നമുക്ക് പോകാൻ പറ്റും. ഇവിടെ പ്രത്യേക നിർദ്ദേശമുണ്ട് കേട്ടോ, മദ്യം ലഹരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ താഴോട്ട് കീഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ കടലിൽ ഇറങ്ങാവുന്ന പരിപാടിയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ ഇതുപോലുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്നതിനെ കൊണ്ട് വലിയ ദോഷങ്ങളുണ്ടാവും. അപ്പോൾ ഉച്ചയാണ് കേട്ടോ, നല്ല വെയിലടിക്കുന്നുണ്ട്. നമ്മൾ ക്യാപ്പിട്ടത് കൊണ്ട് കുറേ ഭാഗം ആശ്വാസമുണ്ട് കേട്ടോ. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല, ചൂടും കാര്യങ്ങളൊന്നും. കോട്ടയൻ്റെ ആ ഒരു വിശാലമായ കാഴ്ചയിൽ നമ്മൾ മതിമറന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ കമ്പി വെച്ച് ഇതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. നമ്മളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ നിന്നില്ല കേട്ടോ.
വീഡിയോ എടുക്കുന്ന വ്ളോഗർമാരോട് ഒരു പ്രത്യേകം കാര്യം പറയാനുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ, കാരണം നിങ്ങളുടെ ഫേസ് തന്നെ കാണിച്ച് വീഡിയോ എടുക്കാതിരിക്കുക. വ്യൂവേഴ്സിന് കാണേണ്ടത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബാക്കൽ ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടിൻ്റെ വീഡിയോ ആണ് വ്യൂവേഴ്സിന് കാണേണ്ടത്. നിങ്ങളുടെ ഫേസ് തന്നെ കാണിച്ച് നിങ്ങൾ ഒരുപാട് തവണ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാണുമ്പോൾ മടുപ്പ് വരികയും അവരത് സ്കിപ്പ് ചെയ്യാനും ഇടയാവും. അതുകൊണ്ട് തന്നെ അവർക്ക് കാണാൻ താല്പര്യമുള്ള ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ ചിത്രീകരിച്ച് കാണിക്കുക. നമ്മുടെ ഫേസ് കാണാൻ വേണ്ടിയിട്ടല്ല വ്യൂവേഴ്സ് നിൽക്കുന്നത്. അവർ കാണേണ്ടത് വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കോട്ടയുടെ ഈ ഒരു വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ എല്ലാ പ്രേക്ഷകരും കാണുക. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലോരമൊക്കെ നല്ല രീതിക്ക് ഏക്കർ കണക്കിന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ബോട്ടൊക്കെ മത്സ്യബന്ധനത്തിനായിട്ട് കടലിൽ ഇങ്ങനെ സെറ്റായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബാസ്ക്കറ്റ് കണ്ടോ നിങ്ങൾ? നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാസ്ക്കറ്റിൽ ഇടാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വൃത്തിൻ്റെ കാര്യത്തിൽ നല്ല രീതിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് നല്ല മരമുണ്ട്. ഈ ഒരു മരത്തിൻ്റെ തണലിൽ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. 1, 2 അതുപോലെ തന്നെ 3 ബെഞ്ചുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഇരിപ്പിടത്തിൽ നമുക്ക് ഒരുപാട് സമയം ഇരിക്കുകയോ ചെറിയ രീതിയിൽ നമുക്ക് കിടക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വെയിലായതുകൊണ്ട് നമുക്ക് നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം പിടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാഴ്ചയും നല്ല രീതിക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിലും നല്ല രീതിക്ക് പറ്റും. നട്ടുച്ചയായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിക്കുള്ള തളർച്ച നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളമൊന്നും കുടിക്കാണ്ട് ഒരിക്കലും വരരുത്. വെള്ളം എപ്പോഴും കയ്യിൽ വെക്കണം. കാരണം അതിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ തല ചുറ്റി വീഴാൻ പോലും ചാൻസ് ഉണ്ട്. അത്ര എന്താ പറയുക, ചൂടടിക്കുന്നൊരു സ്ഥലമാണ് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ. ഇതാണ് ഈ കടലിൻ്റെ പരിസരം കേട്ടോ. നമ്മൾ കാണുന്ന കടലിൻ്റെ പരിസരം ഇതാണ്. ഇവിടെ ഇറങ്ങാനൊന്നും പാടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് സമയം വെറുതെ ഇങ്ങനെ ഇരുന്നു. ഇവിടെ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ പുറത്ത് കൈതയുടെ ഒരു കാടൊക്കെ ഉണ്ട്, കൈതക്കാട്. ഇതൊക്കെ കണ്ട് ഒരുപാട് സമയം ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് അതായത് 2026 ഈ ഒരു ബാക്കൽ ഫോർട്ടിൽ വന്ന സമയത്ത് ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷേ നമുക്ക് വിസിറ്റേഴ്സിന് വരാൻ പറ്റിയ ഒരു ഫോട്ടോ തന്നെയാണ് കേട്ടോ.